കാലിഫോർണിയ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മനുഷ്യരുടെ ജീവനെടുത്തു. വീടുകൾ ചാരമാക്കി. ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവനും കൊണ്ടോടി. 5 ഭാഗങ്ങളിലായി ഭീമാകാരമായ കാട്ടുതീകളാണ് നിയന്ത്രണ വിധേയമല്ലാതെ ലോസ് ഏഞ്ചൽസിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. കാട്ടുതീ എവിടെ എങ്ങനെ ഉത്ഭവിച്ചുവെന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. കാറ്റിൽ ഉലഞ്ഞാടുന്ന ഇലക്ട്രിക് ബാർ കേബിളുകളിൽ നിന്ന് സ്പാർക്ക് വന്നതാവാമെന്നാണ് പ്രാഥമിക നിഗമനം. കാലിഫോർണിയക്ക് കാട്ടുതീ ഒരു പുതിയ അനുഭവമൊന്നുമല്ല. പക്ഷേ ഇത്ര ഭീമാകാരമായ രൂപത്തിൽ ഇത്ര വേഗതയിൽ പടരുന്ന കാട്ടുതീ കാലിഫോർണിയ ഇതുവരെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഇത് മഞ്ഞു പെയ്യുന്ന തണുപ്പുകാലമാണ്. തണുപ്പിൽ ഇങ്ങനെ തീ പടരുമെന്ന് സാധാരണ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. എവിടെയൊക്കെയാണ് തീ പടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കാം. മാലിബുവിനും സാന്റാമോണിക്കയ്ക്കുമിടയിൽ തീരദേശമായ പാലിസൈഡ്സിലാണ് ഏറ്റവും ഭയാനകമായ രീതിയിൽ തീ പടരുന്നത്. ലോസ് ഏഞ്ചൽസിനെ ഏറ്റവും കൂടുതൽ ചുട്ടുപൊള്ളിച്ച് നശിപ്പിക്കുന്നതും ഈ ഭാഗത്ത് പടരുന്ന തീയാണ്. 17,000 ഏക്കർ സ്ഥലമാണ് ഒരു തരി പോലും നിയന്ത്രിക്കാൻ കഴിയാതെ ഇതുവരെ എരിഞ്ഞ് ചാരമായി മാറിയത്. അതിവേഗം കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സ്ഥലം ഈറ്റനിലാണ്, പസദീനയ്ക്ക് വടക്കുവശം. 10,000 ഏക്കറിലാണ് ഈ ഭാഗത്ത് തീ പടർന്നത്. അതിൽ 13,000 കെട്ടിടങ്ങൾ തീ പിടിച്ച് കരിഞ്ഞു കിടക്കുന്നു. മറ്റൊരു ഭാഗം സെൻ ഫെർണാണ്ടോയുടെ ഉത്തര പശ്ചിമ ഭാഗത്തെ ഹെയ്സ്റ്റ് ഭാഗത്താണ്. 855 ഏക്കറാണ് ഈ ഭാഗത്ത് നശിച്ചത്. അവിടെയും 10% സ്ഥലം മാത്രമേ നിയന്ത്രണ വിധേയമായിട്ടുള്ളൂ. ഏഞ്ചൽസ് നാഷണൽ ഫോറസ്റ്റിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് പടർന്ന ലിഡിയ കാട്ടുതീയാണ് മറ്റൊന്ന്. 348 ഏക്കർ സ്ഥലമാണ് ഈ ഭാഗത്ത് കത്തി നശിച്ചത്. ഈ ഭാഗത്ത് 40% നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. 5ാമത്തെ കാട്ടുതീയായ സൺസെറ്റ് ഫയർ പടർന്നത് ഹോളിവുഡ് ഹിൽസിലാണ്. ഇവിടെയാവട്ടെ ക്രമാതീതമായ തീ ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുന്നു. ഹോളിവുഡ് ഹിൽസിലെ കാട്ടുതീ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പടരുകയാണെന്ന് അധികാരികൾ പോലും സമ്മതിച്ചിട്ടുണ്ട്. കാലിഫോർണിയയിലെ ഗവർണറായ ഗെവിൻ ന്യൂസം പറഞ്ഞത് പ്രകാരം 1500-ലധികം അഗ്നിരക്ഷാസേനയെ ഈ അസാധാരണ സാഹചര്യം നിയന്ത്രിക്കാൻ ഹോളിവുഡ് ഹിൽസിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ്. അടിയന്തിരമായി മുഴുവൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടും ലോസ് ഏഞ്ചൽസ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് സഹായത്തിനായി രംഗത്തിറങ്ങാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഓറിഗൺ 300 ഫയർ ഫൈറ്റേഴ്സിനെയും വാഷിംഗ്ടൺ 146 പേരെയും അധികമായി സഹായത്തിനയച്ചിട്ടുണ്ട്. മെക്സിക്കോയും അരിസോണയും എല്ലാവരും ടീമുകളെ അയച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കനത്ത കാറ്റിൽ കാട്ടുതീ നാളങ്ങൾ ആളിപ്പടരുകയാണ്. ഇത് ആകാശത്ത് പറന്ന് തീയണക്കാൻ ശ്രമിക്കുന്ന പ്ലെയിനുകൾക്ക് പോലും അപകടം ചെയ്യുന്നു. ലോസ് ഏഞ്ചൽസിലെ ജലസംവിധാനങ്ങളിൽ പ്രശ്നങ്ങളുള്ളതും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ്. ഫയർ ഹൈഡ്രന്റുകൾ ഉപയോഗിക്കുന്നതിനാവശ്യമായ വാട്ടർ പ്രഷർ ഏതാണ്ട് താഴ്ന്ന നിലയിലാണ് എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നു. ലോസ് ഏഞ്ചൽസിലും ചുറ്റുവട്ടത്തും പടർന്നുകൊണ്ടിരിക്കുന്ന കാട്ടുതീ നിരവധി ഹോളിവുഡ് സെലിബ്രിറ്റി താരങ്ങളുടെ വീടുകളെ കത്തി നശിപ്പിച്ചിട്ടുണ്ട്. മാലിബുവിലെ തങ്ങളുടെ മില്യൺ കണക്കിന് ഡോളറുകൾ മൂല്യങ്ങളുള്ള ആസ്തികൾ കത്തിയമരുന്നത് കണ്ട് ഹൃദയം പൊട്ടുന്ന വേദനയോടെ വാർത്തകളും ചിത്രങ്ങളും താരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. താരജോഡികളുടെ വീടും വാഹനങ്ങളും സ്വത്തുക്കളും ചാരമായി പോകുന്നതിൻ്റെ ഞെട്ടലിലാണ് ആരാധക ലോകവും. ഓസ്കാർ നോമിനേഷൻ വൈകിപ്പിക്കുകയും തീപിടുത്തം ബാധിച്ച മനുഷ്യരെ പരിഗണിച്ച് വോട്ട് ചെയ്യാനുള്ള തീയതി ദീർഘിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ലോസ് ഏഞ്ചൽസിൽ ഇങ്ങനെ ഭീതിതമായ രൂപത്തിൽ കാട്ടുതീ പടരാനുള്ള പ്രധാന കാരണങ്ങൾ? പ്രധാനമായും 2 കാരണങ്ങളാണ് പ്രാഥമിക അനുമാനത്തിൽ തീപിടുത്തത്തിന് കാരണമായി പറയുന്നത്. നീണ്ടകാലത്തെ വരണ്ട കാലാവസ്ഥയ്ക്ക് ശേഷം വന്ന ആർദ്രത നിറഞ്ഞ കാലാവസ്ഥയാണ് അതിൽ 1ാമത്തെ കാരണമായി എണ്ണുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും, അതായത് 2022-ലും 2023-ലും വിന്റർ കാലം ലോസ് ഏഞ്ചൽസിൽ അസാമാന്യമാം വിധം ആർദ്രതയുള്ള കാലാവസ്ഥയായിരുന്നു. അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്ന ജലാംശം കാരണം അനേകം പുതിയ മരങ്ങളും കുറ്റിച്ചെടികളും ഈ ദേശത്ത് അധികമായി വളരാൻ കാരണമായി. ഈ വർഷമാകട്ടെ 2024-ലെ വിന്റർ ആകട്ടെ സതേൺ കാലിഫോർണിയയിൽ ഇതുവരെ ഇല്ലാത്ത വിധം വരണ്ട കാലാവസ്ഥയാണ്. അതോടെ എല്ലാ സസ്യജാലങ്ങളും ഉണങ്ങി. തീനാളങ്ങളിൽപ്പെട്ട ഉണക്കമരങ്ങൾ വളരെ എളുപ്പത്തിൽ കത്തിയമർന്നു. തീ വളരെ എളുപ്പത്തിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പടർന്നു. ശൈത്യകാലത്ത് കാലിഫോർണിയയിൽ സാധാരണ വീശാറുള്ള സാന്റാ അന എന്ന കാറ്റാണ് മറ്റൊരു കാരണം. ഈ കാറ്റ് ഈ വർഷം അസാധാരണമായ ശക്തിയിലാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ലോസ് ഏഞ്ചൽസിലെ ഉണങ്ങിയ മരങ്ങളുള്ള ഒരു ഭാഗത്തുണ്ടായ സ്പാർക്കിനെ വലിയ തീനാളങ്ങളാക്കാൻ, അതിവേഗം വ്യാപിപ്പിക്കാൻ എല്ലാത്തിനും സാന്റാ അന കാറ്റ് കാരണമാകുന്നുണ്ട്. ലോസ് ഏഞ്ചൽസിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി അതിഭയാനകരമാണ്. ഇപ്പോഴും സാന്റാ അന കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് നിയന്ത്രിക്കാനാകാതെ തീ പടർന്നുകൊണ്ടേയിരിക്കുന്നു.
10ഓളം മനുഷ്യർ ഇതുവരെ വെന്തു വീണുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. തിരിച്ചറിയപ്പെടാത്ത ഔദ്യോഗിക കണക്കുകൾ വേറെയുമുണ്ട്. 5000-ഓളം വീടുകൾ പൂർണ്ണമായി നശിച്ചുവെത്രേ. $150 ബില്യൺ നാശനഷ്ടമാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഇത്രയും നാശം വിധിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുതീക്ക് പിന്നിൽ. ലോകത്താകമാനം കാലാവസ്ഥാ വ്യതിയാനം ഇതുപോലുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ മാരകമായ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വർഷം തോറും കാലിഫോർണിയയിൽ കാട്ടുതീ ഉണ്ടാകുന്ന പ്രവണതയുണ്ടെങ്കിലും കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇതിൻ്റെ തീവ്രത ഭീകരമാംവിധം നീളം കൂടിയതാണ്. ലോകത്തിലെ വൻ ശക്തികളായ അമേരിക്കൻ ഐക്യനാടുകൾ, അവരുടെ സൗകര്യങ്ങൾ, വൻ സന്നാഹങ്ങൾ, സെലിബ്രിറ്റികളും ബില്യണയർമാരും വാഴുന്ന ഇടമായിട്ടും പണത്തിനോ സൗകര്യങ്ങൾക്കോ ഒരു കുറവുമില്ലാഞ്ഞിട്ടും കാട്ടുതീയുടെ ചൂടിൽ രാജ്യം എരിയുകയാണ്.